السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവും സദാസമയം നമ്മെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നാളെ നമ്മെ മരിപ്പിക്കുന്ന, നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, നമ്മെ ഹിസാബിന് വിധേയമാക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവൻ്റെ അടങ്ങാത്ത ആഗ്രഹം പടച്ച റബ്ബിൻ്റെ പ്രീതി നേടിക്കൊണ്ട് മരണപ്പെടുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു വിശ്വാസിയിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളെ, പോരായ്മകളെ, കുറവുകളെ ചെറുതായി നോക്കിക്കാണാൻ ഒരിക്കലും അവർക്ക് സാധിക്കുകയില്ല. സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവർ നബിയുടെ കാലശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചവരാണ്. അവരുടെ കാലത്ത് സമൂഹത്തിൽ കുഴപ്പങ്ങളും ഫിത്നകളും തലപൊക്കിയ നാളിൽ അവർ പറഞ്ഞ കാര്യം, നിങ്ങൾ നിസ്സാരമായി കാണുന്ന തെറ്റുകൾ, കണ്ണിലെ കരട് പോലെ ചെറുതായി കാണുന്ന തെറ്റുകൾ ഞങ്ങൾ വൻ പാപങ്ങളായിട്ടായിരുന്നു കണ്ടിരുന്നത്. കണ്ണിൽ വീഴുന്ന ഒരു കരട് എത്ര നിസ്സാരമാണ്, എത്ര ചെറുതാണ്, അതിനെപ്പോലും ഞങ്ങൾ മൂബിഖാത്തായിട്ട് എണ്ണിയിരുന്നു എന്നതാണ് സ്വഹാബത്ത് പറയുന്നത്. ഒരു വിശ്വാസി തിന്മകളെ കാണുക വീഴാനിരിക്കുന്ന പർവ്വതത്തിന് താഴെ ഇരിക്കുന്നവനെ പോലെയായിരിക്കും. ഏത് സമയം ഇത് തന്നെ ബാധിക്കുമോ എന്ന ആശങ്കയും ആധിയും ജാഗ്രതയും അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അത്തരം സാധ്യതകളെയും സാഹചര്യങ്ങളെയും ജീവിതത്തിൽ നിന്നും അകഞ്ഞു മാറ്റി വിശുദ്ധിയുടെയും തഖ്വയുടെയും ഇഖ്ലാസിൻ്റെയും ഖുശൂഇൻ്റെയും ഇഹ്സാനിൻ്റെയും വഴികളെ തേടി പരമാവധി ക്ഷമയുടെ ഏറ്റവും കടുപ്പം കൂടിയ ക്ഷമ, പടച്ച റബ്ബ് കൽപ്പിച്ചത് അനുസരിക്കാനുള്ള ആ ഒരു ശ്രദ്ധയും പടച്ച റബ്ബ് വിലക്കിയത് മാറ്റിവെക്കാനുള്ള ആ ഒരു ജാഗ്രതയിലുമാണ് ഒരു വിശ്വാസിക്ക് ബലാ മുസീബത്തുകളിൽ ഉണ്ടാകുന്നതിനേക്കാൾ ക്ഷമ അത്യാവശ്യമായിട്ടുള്ളതും. ആ ഒരു സന്ദർഭത്തിലാണ് ക്ഷമ ഏറ്റവും ശ്രമകരമായിട്ടുള്ള അധ്വാനമായി മാറുന്നതും. ഒരു വിശ്വാസി അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവനാണ്. എന്നിരുന്നാൽ പോലും പിശാചിൻ്റെ കൂട്ടുകാരും ഇബ്ലീസും മനുഷ്യരിൽ അവൻ്റെ അണികളും ശുറക്കാകളും ദീനിൻ്റെ വഴിയിൽ നിന്ന്, സന്മാർഗത്തിൽ നിന്ന് നമ്മെ ഹറാമിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുക. ഒരു മനുഷ്യൻ അയാൾ നന്മ ചെയ്താൽ അയാൾക്കുണ്ടാകുന്ന ഗുണം എത്രത്തോളമാണെന്ന കാര്യം, അയാളുടെ ജീവിതം എത്രത്തോളം ഐശ്വര്യവും സമ്പൂർണവും സമാധാനപൂരിതവുമായിരിക്കുമെന്ന കാര്യം ഒരു വിശ്വാസിയെ പ്രമാണം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും വിശ്വാസിക്ക് അതിനെക്കുറിച്ചുള്ള ബോധം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ടേസ്റ്റ്, മറ്റു ഭൗതിക സൗകര്യങ്ങളിലൂടെ കിട്ടുന്ന സന്തോഷം, അതിനാണ് ആരാധനയേക്കാൾ മനുഷ്യൻ പ്രാധാന്യം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാധനയിലേക്ക് പൂർണ്ണമായി ശ്രദ്ധിക്കുന്ന ഒരു അടിമയെ തനിക്ക് ലഭിക്കില്ലെന്ന ശൈത്താന്റെ തിരിച്ചറിവ്. ശൈത്താൻ മനുഷ്യനെ ആരാധനയെക്കാളും ആസ്വാദനമുള്ളതാക്കി ഭൗതിക വിഭവങ്ങൾ
അവൻ്റെ മുന്നിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ശൈത്താൻ ലഅനത്തുല്ലാഹ് നഊദു ബില്ലാഹ് അവൻ്റെ തികഞ്ഞ ബോധ്യത്തിൽ നിന്നാണ്. കാരണം ആരാധനയിലേക്ക് ഒരാളെ ശ്രദ്ധ തിരിച്ചുവിട്ട് അയാളെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിച്ച് അയാൾക്ക് യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടാക്കാതെ സ്വസ്ഥമായി ആ വഴിക്ക് അയാളെ വിട്ടുകഴിഞ്ഞാൽ അയാൾ എത്രത്തോളം സന്തോഷത്തിലും സമാധാനത്തിലും ആയിരിക്കുമെന്നത് മനുഷ്യരെക്കാളും പിശാചിനറിയാം. ഇതുപോലെ തന്നെ തിന്മകൾ എത്രത്തോളം വലിയ വിപത്തുണ്ടാക്കുമെന്ന കാര്യം പിശാചിനറിയാമെങ്കിലും ആ ഭാഗം മറച്ചു വെച്ച് മറ്റു പല കാര്യങ്ങളുമാണ് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുന്നത്. തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സുഖവും സന്തോഷവും സമാധാനവും ഇതിലൂടെ ഹനിക്കപ്പെടുമെന്നും നശിപ്പിക്കപ്പെടുമെന്നുമുള്ള ആ ഒരു തലത്തെ, ആ ഒരു സത്യത്തെ മറച്ചുവെച്ച് ഇതിലൂടെ നിനക്ക് ഒരുപാട് സുഖവും സന്തോഷവും സമാധാനവും സൗഖ്യവും കൺകുളിർമയും ജീവിത സന്തോഷവും നേടാൻ സാധിക്കുമെന്ന ഫേക്കായിട്ടുള്ള ചില ബെനിഫിറ്റ്സിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പിശാച് മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടും തിന്മകൾക്കുള്ള സാഹചര്യങ്ങൾ യഥേഷ്ടം ലഭ്യമാകുന്ന കാലത്ത് ജീവിക്കുന്ന നാം, പിശാചിന്റെ സ്വാധീനം സദാസമയം പല ഭാഗങ്ങളിലും അനുഭവിക്കുന്ന നാം എപ്പോഴും ജാഗ്രത കാണിക്കുകയും അറിഞ്ഞിരിക്കുകയും ബോധവാന്മാരാവുകയും ചെയ്യേണ്ട കാര്യമാണ് ആസാറുദ്ദുനൂബ് വൽ മആസി. തെറ്റുകളുടെ ആസാറുകൾ എത്രത്തോളം വലുതാണെന്നും എത്രത്തോളം വിശാലമാണെന്നും എത്രത്തോളം നമ്മുടെ ഓരോന്നിനെയും സാരമായി ബാധിക്കുമെന്നതിനെ കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. ചില രോഗികളുണ്ടാകും, അവരുടെ ശരീരത്തെ ക്യാൻസർ പൂർണ്ണമായിട്ടും കാർന്നു തിന്നിട്ടുണ്ടാകും. ഒരുപക്ഷെ ശരീരത്തിന്റെ ഏതോ ഭാഗത്ത് അവർക്ക് അനുഭവപ്പെട്ട ഒരു വേദനയോ അല്ലെങ്കിൽ തലക്ക് അനുഭവപ്പെട്ട ഒരു കറക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സിക്നസ്സോ അവരെ ടെസ്റ്റിലേക്ക് നയിക്കുമ്പോഴായിരിക്കണം അവരറിയുന്നത് അവരുടെ ശരീരത്തിന്റെ ഭൂരിഭാഗവും ഭാഗങ്ങളെ ഈ ക്യാൻസർ ഗ്രസിച്ച് തീർന്നിട്ടുണ്ട് എന്ന സത്യം. എന്നാൽ ഇതിനേക്കാളും ഗുരുതരമാണ്, ഇതിനേക്കാളും ഗൗരവതരമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ അവനെ എത്രത്തോളമാണ് അത് ബാധിക്കുക എന്നുള്ള ആ ഒരു കാര്യം. അത് അവന്റെ എല്ലാ രംഗങ്ങളെയും എല്ലാ തലങ്ങളെയും ചൂഴ്ന്നു കിടക്കും എന്നുള്ളതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ തനിക്ക് തന്നെ ബാധിച്ച ഒരു മാനസികമായ രോഗം, അതൊരു ഹറാമായിട്ടുള്ള ഷഹ്വത്താണ്, ഇഷ്കാണ്. അതിൽ നിന്ന് രക്ഷ തേടാനുള്ള ചോദ്യവുമായിട്ട് തൻ്റെ അടുക്കിലേക്ക് വന്ന ആൾക്ക് അദ്ദേഹം കൊടുത്ത മറുപടിയാണ് യഥാർത്ഥത്തിൽ അദ്ദാഉ വദ്ദവാ എന്ന കിതാബായിട്ട് പിന്നീട് മാറിയിട്ടുള്ളത്. ബൃഹത്തായി ഗ്രന്ഥത്തിന്റെ ഓരോ വരികളും അതിൽ ഉദ്ധരിക്കുന്ന ഉദാഹരണങ്ങളും ആയത്തുകളും ഹദീസുകളും ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് ഒരു തികഞ്ഞ കാഴ്ചപ്പാടും തിരിച്ചറിവും ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മഹാനായ ഷേഖ് പറയുന്നത് ഒരു മനുഷ്യന്റെ ദുനിയാവിനെ നശിപ്പിച്ചു കളയുന്ന, അവന്റെ ആഖിറത്തിനെ ഫസാദിലാക്കുന്ന കാര്യമാണ് അവൻ ഹറാമായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകുക, നിരന്തരമായി മുന്നോട്ട് പോവുക എന്നത്. ഹറാമായ കാര്യങ്ങളെ, പാപങ്ങളെ രോഗം എന്നാണ് ഷേഖ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ഹറാമുകളും നമുക്ക് വിപത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നിങ്ങൾക്ക് എല്ലാ ത്വയ്യിബാത്തും ഞാൻ ഹലാലാക്കിയിട്ടുണ്ട്. ഒരു ത്വയ്യിബത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ടില്ല. മനുഷ്യന് ഏറ്റവും അനിവാര്യമായിട്ട് അത്യാവശ്യമായിട്ടുള്ള അവന്റെ ബേസിക് നീഡ്സിനെ മുഴുവൻ പൂർത്തീകരിക്കാൻ പറ്റിയ നിയമസംഹിതയും വ്യവസ്ഥയുമാണ് അള്ളാഹു അവന്റെ റസൂലിലൂടെ നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ജീവിതത്തിൽ സമ്പത്ത് ലഭിക്കുന്നതിനേക്കാൾ, ജോലി ലഭിക്കുന്നതിനേക്കാൾ, ഒരു വീടാകുന്നതിനേക്കാൾ, മക്കൾ ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും അനർഘ നിമിഷമാണ് ജീവിതത്തിൽ ഒരു ഇണയോടൊപ്പം, അതും ദീനീ ബോധമുള്ള ഒരു ഇണയോടൊപ്പമുള്ള
ജീവിതത്തിന്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത്. മറ്റേതിനേക്കാളും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ആ നിമിഷം ദുനിയാവിലെ സ്വർഗമാണ്. ജീവിതത്തിൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷവും സമാധാനവും നമുക്ക് നുകരാൻ ഹലാലിലൂടെ അള്ളാഹ് അനുവദിച്ചിട്ടുണ്ട്. നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല വേഷം ധരിക്കാൻ, നന്നായിട്ട് സന്തോഷത്തോടുകൂടെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ, ഹലാലായിട്ടുള്ളതെല്ലാം മുഴുകാൻ, അതിലൂടെ പ്രതിഫലം നേടിയെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് നമുക്ക് അനുവദിച്ചു നൽകിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹു നമുക്ക് ഹറാമാക്കിയതെല്ലാം യുഹർരിമു അലൈഹിമുൽ ഖബായിസ്, അത് എല്ലാം നീചമാണ്, നികൃഷ്ടമാണ്, മ്ലേച്ഛമാണ്, നമുക്ക് തൊട്ടാൽ കൈപ്പൊള്ളുന്നതും അനുഭവിച്ചാൽ ആസ്വദിച്ചാൽ പിന്നീട് പരിക്കുണ്ടാക്കുന്നതുമാണ് ഹറാമായ എല്ലാ കാര്യങ്ങളും. ആവശ്യമില്ലാത്ത, ശരീരത്തിന് പറ്റാത്ത, ആമാശയത്തിന് കൊള്ളാത്ത ഭക്ഷണം അകത്തേക്ക് വിട്ടാൽ അത് പുറത്തേക്ക് ഛർദ്ദിച്ചു വരുന്നത് പോലെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് ചൊല്ലു പറയുന്നത് പോലെ, നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മുടെ പാപങ്ങളുടെ ആസാറുകളെ നമ്മെ തൊട്ട് തടയുമാറാവട്ടെ. ഇതിന്റെ ആസാറുകൾ നമ്മളെ ബാധിക്കും. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, പടച്ചറബ്ബേ നീ ഞങ്ങളിൽ സംഭവിച്ച വീഴ്ചയുടെ പേരിൽ, ഞങ്ങളിൽ സംഭവിച്ച മറവിയുടെ പേരിൽ ഞങ്ങളെ പിടികൂടല്ലേ പടച്ചറബ്ബേ എന്ന് ഒരു വിശ്വാസി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം അവതരിപ്പിക്കപ്പെട്ട 2 വചനങ്ങൾ എന്ന് പറയുന്നതാണ് അല്ലെ ആമന റസൂലു എന്ന് പറയുന്നത്. അത് അവതരിപ്പിക്കാനായിട്ട് ആകാശ ഡോറുകൾ തുറക്കപ്പെടുന്നു, മലക്കുകൾ അവതരിപ്പിക്കപ്പെടുന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതി കേൾപ്പിക്കുന്നു. അതിലൂടെ സൂറത്ത് അൽ ബഖറയുടെ അവസാനം അല്ലാഹു കൊണ്ടുവരുന്നു. അത് രാത്രിയിൽ പാരായണം ചെയ്താൽ കഫതാഹു, അവൻ അത് തന്നെ മതി, സ്വർഗം കിട്ടാൻ അത് മതി, ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മതി, അവൻ ഭയക്കുന്ന തരത്തിലുള്ള എല്ലാ മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ ആ 2 വചനങ്ങൾ മതി എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ. അപ്പൊ പിടികൂടുമെന്ന കാര്യം ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പലതും ഹറാമാക്കിയിട്ടുള്ളത്. ചില ആളുകൾ വാദിക്കാറും ചോദിക്കാറും ജൽപ്പിക്കാറും സമരം നടത്താറുമുണ്ട്. എന്തുകൊണ്ടത് ഹറാമാക്കി, അത് ഹലാലാക്കിക്കൂടെ, അത് ഹലാലാക്കണം. ഇന്നത്തെ കാലത്ത് ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കണം അല്ലെ, ഓരോരുത്തർക്കും അവരവരുടെ ഇമോഷൻസിനനുസരിച്ച്, അവരവരുടെ ആവശ്യത്തിനനുസരിച്ച്, അവരവരുടെ അഭിരുചിക്കനുസരിച്ച് ആരുമായും ജീവിക്കാനും ആരുമായിട്ടും സെക്ഷൽ റിലീഫ് നേടിയെടുക്കാനുമുള്ള ഒരു സെൽഫ് ഫ്രീഡം കൊടുക്കണം എന്ന് എല്ലാവരും ജൽപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾ നടത്തുകയും അതിന് പറ്റിയ തരത്തിൽ മണ്ണ് പാകപ്പെടുത്തുകയും വളരുന്ന തലമുറയുടെ മസ്തിഷ്കത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ കുത്തിനിറക്കുകയും ചെയ്യാം. ആദില, നൂറ എന്ന് പേരുള്ള 2 ഈ ദമ്പതികളെ, സ്വർഗ ദമ്പതികളെ വലിയ സംഭവമായിട്ട് ടാർഗറ്റ് ചെയ്ത് അവരെ ബിഗ് ബോസ് പോലെ സംഗതികളിൽ കൊണ്ടുവന്ന് വീണ്ടും ചാനലുകളിലൂടെയൊക്കെ ചർച്ചയാക്കി അവർ അവരുടേതായിട്ടുള്ള കോലത്തിൽ അവർക്ക് പ്രദർശിപ്പിക്കാനാകുന്നതെല്ലാം പ്രദർശിപ്പിച്ച് തട്ടമിട്ട മൊക്കനയിട്ട പോസ്റ്റർ പതിപ്പിച്ച് ഒന്നുമില്ലാത്ത വേഷം ധരിച്ച് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളിലൂടെയും ഈ സമുദായത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത്തരം അവസ്ഥകളും ആവശ്യങ്ങളും ഇത്തരം നീക്കങ്ങളുമായിരിക്കണം ഒരു വളരുന്ന തലമുറയുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ടത്. എല്ലാ വേസ്റ്റുകളെയും മാലിന്യങ്ങളെയും പുരോഗമനത്തിന്റെ ഭാഗമായിട്ട് ഓടുന്ന കാലത്തിന്റെ ചേഞ്ചസിന്റെ പാർട്ടായിട്ട് വർണ്ണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത് എല്ലാറ്റിനും അതിൻ്റെതായ പരിക്കുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരാൾ ഇത്തരം രോഗങ്ങളിൽ സ്ഥിരമായി തുടർന്നാൽ അയാളുടെ ദുനിയാവും ആഖിറത്തും അത് നശിപ്പിക്കും എന്നുള്ളതാണ്. ഇദ്ദേഹം പറയുന്നത് കുല്ലു ശർരിൻ വദാഇൻ ഫിദ്ദുനിയ വൽ ആഖിറതി സബബുഹു അദ്ദുനൂബ്. ദുനിയാവിലും ആഖിറത്തിനും ഒരാളെ ബാധിക്കുന്ന എല്ലാ ഷർറിന്റെയും കാരണം പാപങ്ങളാണ്. ഒരാളെ ബാധിക്കുന്ന ദുനിയവിയായിട്ടുള്ള ഷർറ്, ഉഖ്റവിയായിട്ടുള്ള ഷർറ്, എല്ലാ ഷർറുകളുടെയും പ്രധാനപ്പെട്ട കാരണം ദുനൂബാണ്, പാപങ്ങളാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അനിവാര്യമായിട്ടും അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഒരാളുടെ ശരീരത്തിൽ വിഷം കയറിക്കഴിഞ്ഞാൽ ആ വിഷം അയാളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലൂടെ അങ്ങനെ സ്പ്രെഡ് ആവും അല്ലെ, പതിയെ 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 അയാളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലൂടെയും സ്പ്രെഡ് ആകുന്നത് പോലെ പാപങ്ങൾ മനുഷ്യനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കും എന്നുള്ളതാണ്
പറയുന്നത്. സഹോദരങ്ങളെ, ഏറ്റവും സൗന്ദര്യമുള്ളതാണ് സ്വർഗം, ഏറ്റവും സന്തോഷദായകമാണ് സ്വർഗം, എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് സ്വർഗം. ആ സ്വർഗീയ സുഖത്തിൽ നിന്ന് വേദനകളുള്ള, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും പരീക്ഷണങ്ങളുമുള്ള ഒരു ലോകത്തേക്ക് ആദം നബിയും ഹവ്വാബിയും പറിച്ചു നടപ്പെട്ടത് എങ്ങനെയാണ്? രണ്ടുപേരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖൂലാ മിൻഹാ മിൻ ഹൈതു ശിഅ്തുമാ, സ്വർഗത്തിൽ നിങ്ങൾ രണ്ടുപേരും പ്രവേശിച്ച് നിങ്ങൾക്ക് പിരിശപ്പെട്ടതെല്ലാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഈ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ കഴിച്ചുകൊള്ളുക. പക്ഷേ ഫലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂന മിനൽ ളാലിമീൻ, ഈ മരത്തെക്കൊള്ള നിങ്ങൾ അടുത്തു പോകരുത്. അത് അള്ളാഹുവിന്റെ പ്രൊഹിബിഷനാണ്. നിങ്ങൾക്ക് എല്ലാം അനുവദനീയമാണ്. ഒറ്റ മരം മാത്രം, സ്വർഗത്തിലെ വിവിധങ്ങളായ മരങ്ങൾ. നമുക്കറിയാം സ്വർഗത്തിലെ മരത്തിന്റെ വിശേഷണങ്ങൾ എന്താണ്, സ്വർഗത്തിന്റെ ഇലയുടെ മനോഹാരിത എന്താണ്. അറാറത്ത് പർവ്വത നിരകളും ഒക്കെ വെള്ളത്തിനടിയിലായി അല്ലേ? ഖുർആൻ പറയുന്നത് ആ കപ്പൽ സഞ്ചരിച്ചു ഏതിലൂടെ? പർവ്വത സമാനമായ തിരമാലകളിലൂടെ. വെറും വെള്ളപ്പൊക്കമായിരുന്നില്ല, വെള്ളം നിറഞ്ഞെന്ന് മാത്രല്ല, പർവ്വത സമാനമായ തിരമാലകൾ ഉണ്ടായിരുന്നു പറയുന്നത്. ആ പർവ്വത സമാനമായ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് നൂഹ് നബിയുടെ കപ്പൽ നീങ്ങി. പക്ഷെ അവിശ്വസിച്ച എല്ലാവരും മുക്കി നശിപ്പിക്കപ്പെട്ടു. അവർ വിചാരിച്ചത് ഇത് 4 ദിവസത്തെ മഴ കൊണ്ട് നിൽക്കുന്നതാണ്, കുറച്ചൊന്ന് വെള്ളം പൊങ്ങിയിട്ട് ആസ് യൂഷ്വൽ ഇറങ്ങിപ്പോകുന്നതാണ്. പക്ഷേ ഇത് ശിക്ഷയാണ്. അതാണ് മകനോട് പറഞ്ഞത്. മകൻ പറഞ്ഞു, ഉപ്പ, ഞാൻ ഏതെങ്കിലും മലമുകളിൽ കയറി രക്ഷപ്പെട്ടോളാം. മോനെ, ഇന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിനക്ക് രക്ഷപ്പെടണോ ഈ കപ്പലിൽ കയറണം. ഒരു മലയിലോ ഒരു മരത്തിലോ കയറിയിട്ട് ഇന്നത്തെ ദിവസം നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ആ ഒരു ശിക്ഷയുടെ ഡെപ്ത്? വമല്ലദി ഗറഖ അഹ്ലുൽ അർദി കുല്ലഹും ഹത്താ അൽമാ ഫൗഖ റൂസിൽ ജിബാൽ, പർവ്വതങ്ങൾക്ക് മുകളിൽ വെള്ളം ഉയർന്നു പൊങ്ങി ഒരു ജനതയെ അള്ളാഹു മുക്കി നശിപ്പിക്കാനുള്ള കാരണം എന്തായിരുന്നു? അവിടെയാണ് പടച്ചറബിനെതിരെ പ്രവർത്തിക്കുന്നതിന്റെ ആസാറ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വമല്ലദി സല്ലത റീഹൽ അഖീം അലാ ഖൗമിഹി ആദിൻ ഹത്താ അൽഖതുഹും മൗത അലാ വജ്ഹിൽ അർദ് കഅന്നഹു മഅജാസു നഖ്ലിൻ ഖാവിയ വദമ്മറത് മാ മറത് അലൈഹി മിൻ ദിയാരിഹിം വഹുറൂസിഹിം വസുറൂഇഹിം വദവാബിഹിം ഹത്താ സോറു ഇബ്റതൻ ലിൽ ഉമം ഇലാ യൗമിൽ ഖിയാമ. എക്കാലക്കാർക്കും പാഠമാകും വിധം ജന്തുക്കളെയും കൃഷികളെയും മനുഷ്യരെയും അവരുടെ പാർപ്പിടങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. മുറിച്ചിട്ട ഈത്തപ്പന തടികൾ പോലെ ആദ് സമുദായം മറിഞ്ഞു വീഴാൻ കാരണമായ ശിക്ഷ ഇറങ്ങാനുള്ള സബബ് എന്തായിരുന്നു? എന്റെ ആദ് സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിച്ചത് അല്ലേ? സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറയില്ലേ, كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها سرعا كأنهم أعجاز نخل خاوية فهل ترى لهم من باقية. അള്ളാന്റെ അദാബ് ഇറങ്ങിയിട്ട് വല്ലതും ബാക്കി ഉണ്ടായിരുന്നോ ചോദിക്കുന്നത്. തുടർച്ചയായ കൊടുങ്കാറ്റ്, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ എന്തേ ഇറങ്ങാൻ കാരണം? അവരുടെ എല്ലാം നശിച്ചു പോകുമാറ് അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങാനുള്ള കാരണം എന്തേ? കദ്ദബത് സമൂദ് വആദും, ആദും സമൂദും അള്ളാഹുവിനെ കളവാക്കി. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹൂദ് നബി അവരിലേക്ക് വന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അവനല്ലാതെ ഒരു ആരാധനക്കർഹനായി മറ്റാരും നിങ്ങൾക്കില്ല. ഹൂദ് നബി അവർ കളവാക്കി എന്ന് മാത്രമല്ല, ഭ്രാന്തനെന്ന് പരിഹസിച്ചു എന്ന് മാത്രമല്ല, എല്ലാ നബിമാർക്കും നേരിടേണ്ടി വന്നതുപോലത്തെ വേദനിപ്പിക്കുന്ന പീഡന മുറകൾ അവരിൽ നിന്ന് ഒരു പ്രവാചകൻ നേരിടേണ്ടി വന്നു. അവരുടെ നിഷേധം കാരണത്താൽ, അവരുടെ അനുസരണക്കേട് കാരണത്താൽ, അവരുടെ കുഫ്ർ കാരണത്താൽ
പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നേരെ അവർ ഉയർത്തിയ വെല്ലുവിളി കാരണത്താൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പിടികൂടി ലോകർക്ക് മാതൃകയാകും വിധം, പാഠമാകും വിധം അല്ലേ അവരെ അല്ലാഹു നശിപ്പിക്കുകയുണ്ടായി. വമല്ലദീ അർസല അലാ ഖൗമി സമൂദ് അസ്സൈഹ ഹത്താ ഖത്തഅത് ഖുലൂബഹും ഫീ അജ്വാഫിഹിം വമാതു അൻ ആഖിരിഹിം. സ്വാലിഹ് നബിയുടെ സമൂദ് സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചു. എന്തേ നശിപ്പിക്കാൻ കാരണം? അവരുടെയും അനുസരണക്കേട്, അവരുടെയും കുഫ്ർ, അവരുടെയും നിഷേധം. വമല്ലദീ റഫഅ ഖുറാ അല്ലൂതിയ്യ ഹത്താ സമിഅത്തിൽ മലായികതു നബീഹ കിലാബിഹിം ثم قلبها عليهم فجعل عاليها سافلها فأهلكهم جميعا ثم أتبعهم حجارة من السماء أمطرها عليهم فجمع عليهم من العقوبة ما لم يجمعه على أمة غيرهم ولإخوانهم من هذه الأمة من غيرها أمثالها وما هي من الظالمين ببعيد. എന്തേ ലൂത്ത് നബിയുടെ ജനതയുടെ മേൽ അള്ളാഹു ശിക്ഷ ഇറക്കാൻ കാരണം? ഒരു ശിക്ഷയല്ല, നിരവധി ശിക്ഷ. മറ്റൊരു ജനതയ്ക്കും ഇറക്കാത്ത വിധം നിരവധി ശിക്ഷയാണ് ലൂത്ത് നബിയുടെ ജനതയുടെ മേൽ ഇറക്കിയത് അല്ലെ. കീഴ്മേൽ അള്ളാഹു അവരെ മറിച്ചിടുകയുണ്ടായി. ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ സൽക്കരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതരാണ്, അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ വേണ്ടി ആഗതരായവരാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കുഞ്ഞിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നതോടൊപ്പം അവരുടെ ആഗമനത്തിന്റെ ഉദ്ദേശം പറഞ്ഞു. സദോം നിവാസികൾ ലോകത്തൊരാളും ചെയ്തിട്ടില്ലാത്ത സഡോമിസം, അമലു ഖൗമി ലൂത്ത്, സ്വവർഗരതി. ഇന്ന് അതൊക്കെ വലിയ വേണം അല്ലെ, പുരോഗമനത്തിന്റെ ഭാഗമായിട്ട് നമുക്കതൊക്കെ വേണം. തിന്മകൾ സ്വകാര്യമായിട്ട് ചെയ്താൽ വരുന്നുണ്ട്. തിന്മകൾ സ്വകാര്യമായിട്ട് ചെയ്താൽ ആ വ്യക്തിയെയാണത് ബാധിക്കുക. തിന്മകൾ പരസ്യമായാൽ ഒരു ജനതയുടെ മേൽ പടച്ച റബ്ബ് അദാബ് ഇറക്കുന്നതാണ് പ്രവാചകൻ പറഞ്ഞത് അല്ലെ. പരസ്യമായിട്ട് തിന്മകൾക്ക് വേണ്ടി വാദിക്കുകയാണ്. SFI എന്ന സംഘടന ക്യാമ്പസിൽ നടത്തുന്ന അവരുടെ നവോത്ഥാന മുന്നേറ്റം എന്താണ്? ഇത്തരം വൈകൃതങ്ങൾക്ക് കുടപിടിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന നീക്കങ്ങൾ അല്ലെ. ക്യാമ്പസിൽ മാസ്റ്റർബേഷൻ ഡേ, അതുപോലെ തന്നെ കമിതാക്കൾക്ക് യഥേഷ്ടം എന്തും ചെയ്യാനുള്ള പ്രത്യേക സുദിനങ്ങൾ അവരുടെ പോസ്റ്ററുകളും അവരുടെ കൈയെഴുത്തു മാഗസിനുകളിലും നീളിച്ച് കാണുന്നത് അശ്ലീലങ്ങളാണ്. ഒരു മഞ്ഞ പുസ്തകം വായിക്കുന്ന ഫലമാണ് അവരുടെ പ്രോഗ്രാമുകൾക്കും പോസ്റ്ററുകൾക്കും മുദ്രാവാക്യങ്ങൾക്കും അവരുടെ ഷോർട്ട് മൂവീസിനും ഉള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അത്രയും നീചവൃത്തികൾ സമുദായത്തിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്തായിരുന്നു ലൂത്ത് നബിയുടെ ജനതയുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ കാരണം? ചുട്ടുപൊഴിപ്പിച്ച കല്ലുകൾ, ഇഷ്ടികൾ അവരുടെ മേൽ അള്ളാഹു പെയ്യിക്കുകയുണ്ടായി. അവരെ കീഴ്മേൽ മറിക്കുകയുണ്ടായി. അവർക്ക് മാരകമായ തരത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു ബാധിപ്പിക്കുകയുണ്ടായി. അവരെ ഘോര ശബ്ദം പിടികൂടുകയുണ്ടായി. വ്യത്യസ്ത തരത്തിലുള്ള ശിക്ഷകൾ കൊണ്ട് എന്തേ അവരെ അള്ളാഹു പിടിച്ചു കുലുക്കിയത്? ഇതെല്ലാം പാപങ്ങൾ. അത് തുടർന്നു കഴിഞ്ഞാൽ അത് ഒരാളുടെ ദുനിയാവും ആഖിറത്തും ഒരു ജനതയെ തന്നെ നശിപ്പിക്കാൻ കാരണമാണ് എന്നാണ് ഖുർആനും പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹം തുടർന്ന് പറയാണ്, വമല്ലദീ ഉർസില അലാ ഖൗമി ശുഐബിൻ സഹാബൽ അദാബി കൽദുലൽ ഫലമ്മാ സാറ ഫൗഖ റഊസിഹിം അംതറ അലൈഹിം നാറൻ തലദ്ദ. ചൂടുള്ള സമയം, തണൽ ആഗ്രഹിക്കുന്ന സമയം, ശുഐബ് നബിയുടെ ജനത തണൽ കണ്ടപ്പോൾ, കർമേഘം തണലിട്ട് കൊടുത്തപ്പോൾ എല്ലാവരും ആ തണലിന് കീഴിൽ ഒരുമിച്ച് കൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തണലിൽ നിന്ന്, ആ കാർമേഘത്തിൽ നിന്ന് തീന്റെ മഴ പെയ്ച്ചു. അവർ കരിഞ്ഞുപോയി. അവരുടെ വീടുകളും അവരുടെ സ്വത്തുക്കളും മുഴുവൻ നശിച്ച് കരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായി. എന്തേ കാരണം? فكذبوه فأخذهم عذاب يوم الظلة. അവരുടെ നിഷേധം. ഫകദ്ദബൂഹു, അവർ ശുഐബ് നബിയെ കളവാക്കി. അളവിലും തൂക്കത്തിലും അവർ കൃത്രിമം കാണിക്കുകയുണ്ടായി. പ്രവാചകന്റെ കൽപ്പന അവർ അനുസരിച്ചില്ല. അവർ അവരുടെ അനുസരണക്കേട് തുടർത്തിക്കൊണ്ടുപോവുകയും
അവരെ കേൾപ്പിച്ചതായിട്ടുള്ള ഉപദേശങ്ങൾക്ക് അവർ കാതുകൊടുത്തില്ല. അതൊക്കെ പോട്ടെ, ഇതൊന്നും ഇല്ലെങ്കിൽ നടക്കൂല ഇന്നത്തെ കാലത്ത് എന്ന മാനസികാവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കഠിനമായി ശിക്ഷിക്കുകയുണ്ടായി എന്നുള്ളതാണ്. വഞ്ചനാത്മകമായ തരത്തിലുള്ള ശിക്ഷയാണ് അവരിലേക്ക് ബാധിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തേ കാരണം? അവരിൽ സംഭവിച്ച അബദ്ധങ്ങളാണ് കാരണം. വമല്ലദി അഗ്റഖ ഫിർഔൻ വഖൗമഹു ഫിൽ ബഹർ ثم نقلت أرواحهم إلى جهنم فالأجساد للغرق والأرواح للحرق. ഫിർഔനിന്റെയും കൂട്ടരുടെയും അവസ്ഥ എന്തേ? അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ കാരണം അവരുടെ ആത്മാക്കൾ ജഹന്നമിലും അവരുടെ ശരീരം വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ അവരുടെ ആത്മാക്കൾ ജഹന്നമിൽ കത്തിയെരിയുകയായിരുന്നു എന്ന് പറയുന്നത്. എന്തേ കാരണം? ആത്മാവും ശരീരവും ഒരുപോലെ പീഡിപ്പിക്കപ്പെടാനുണ്ടായ സബബ് എന്താണ്? ഇത് തന്നെയാണ് അല്ലേ? വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ ഫഅൻജയ്നാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. നിങ്ങൾ നോക്കി നിൽക്കുകയാണ് ഫിർഔനിനെയും അവന്റെ സംഘങ്ങളെയും നാം ചെങ്കടലിന്റെ ആഴിയിലേക്ക് മുക്കിക്കടഞ്ഞത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നു അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. ഫമൻ റബ്ബുക്കുമായ മൂസ, ആരാ നിങ്ങളുടെ റബ്ബ്? റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാറ്റിനും സെട്ടിപ്പ് നൽകി അവർക്ക് ഗൈഡ് ലൈൻ നൽകുന്നവനാണ് ഞങ്ങളുടെ റബ്ബ്. ആൻസർ ഫിർഔനിന് വ്യക്തമായി ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഫിർഔൻ അതുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല ചോദിച്ചത്, മറ്റൊരു ചോദ്യമാണ് ചോദിച്ചത്. ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. അപ്പോൾ ഞങ്ങളുടെ പ്രപിതാക്കളുടെ അവസ്ഥ എന്താണ്? അവരൊക്കെ ഈ പാരമ്പര്യ വിശ്വാസത്തിൽ മരിച്ചവരല്ലേ? അത് അവിടെയുള്ള കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഒരു വികാരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ കാരണവന്മാരൊക്കെ നരകത്തിലോ, നീ മാത്രം സ്വർഗത്തിലോ? കണ്ടില്ലേ മൂസ പറയുന്നത്? ഇതാണ് എല്ലാവരും അന്നും ഇന്നും എടുക്കുന്ന പരിപാടി. മനസ്സിലായില്ലേ? ചുരുട്ടിക്കുട്ടി ചവറ്റുകൊട്ടിലേക്ക് എറിയേണ്ട ആശയമാണത്. ഖാലൂ വജദ്നാ അലൈഹി ആബാഅന. ഞങ്ങളുടെ കാരണവന്മാർ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടതാണിത്. അവർ വഴികേടിലാണെങ്കിൽ ഞങ്ങളും വഴികേടിലാകട്ടെ. ഹെപ്പി ഉസ്താദ് നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ജുഹാലികളുടെ കൂട്ടത്തിന്റെ പേരാണോ അഹ്ലുസുന്നത്ത് വൽ ജമാഅ? ആണോ? പ്രമാണത്തിന്റെ കൂട്ടത്തിന്റെ പേരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. വിവരദോഷികളുടെയും മുഖല്ലിദീങ്ങളുടെയും മുബ്തദിഈങ്ങളുടെയും ശിർക്കിനെ ഉടുക്കാനും പുതക്കാനും കിടക്കാനും ഉപയോഗിക്കുന്നവരുടെയും പേരല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅ. മാ അന അലൈഹി അൽയൗമ വഅസ്ഹാബി. ഞാനും എൻ്റെ സഹാബത്തും എവിടെയാണോ വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും നിലയുറപ്പിച്ചത് അവിടെ നിൽക്കുന്ന ഒരു ടീം ഉണ്ടാകും. ചില ആൾക്കാരൊക്കെ പറയും എത്താപ്പത് ഒക്കെപ്പാട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആയിട്ട് ആകെക്കൂടെ തുമ്പില്ലാതെ നമ്മൾ ഒന്നിക്കില്ല, നമ്മൾ മുസ്ലിം. അപ്പൊ നമ്മളൊക്കെ മുസ്ലിം അല്ല എന്നാ പോലെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒന്നിൽ ഉണ്ടാവണം. നീ ഒന്നിലുണ്ടാകണം. ഏതിലുണ്ടാകണം? ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ലോകം അവസാനിക്കും വരെ ശരിയായ ഹക്കിന്റെ ഒരു ടീം എല്ലാ കാലത്തും ഉണ്ടാകും. ആരാണ് ആ ടീം? അത് നമ്മൾ പരിശോധിക്കട്ടെ. ആരാണ് ആ ടീം? ഇൽമു പറയുന്ന വിഷയത്തിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ചിട്ടകൾ പാലിച്ചു പോരുന്ന ടീം. ഇൽമു പഠിക്കുന്നതിലും ഇൽമു പ്രവർത്തിക്കുന്നതിലും വിശ്വസിക്കുന്നതിലും കർമ്മങ്ങൾ ആചരിക്കുന്നതിലും അത് ദഅവത്ത് നടത്തുന്നതിലും നബിയെയും സഹാബത്തിനെയും റോൾ മോഡലാക്കി സ്വീകരിക്കുന്ന ഒരു ടീമിൽ നീ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അല്ല ഞാൻ മുസ്ലിമായി ജീവിച്ചോളാം, അപ്പൊ മാത്രമേ അവിടെ മുസ്ലിം ഉള്ളൂ, ബാക്കി ആരും മുസ്ലിം അല്ല. അങ്ങനല്ല. ഹക്കിലായിക്കൊണ്ട് നിലയുറപ്പിക്കണം. പക്ഷെ ഹക്കിൽ നിന്ന് തെറ്റിപ്പോയ കക്ഷികൾ എന്നും ശ്രമിക്കുന്നത് കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, രാജ്യത്തെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. ഫിർഔൻ അതാണ് ഉന്നയിച്ചത്. മൂസയും ഹാറൂനും വന്നിട്ട് നമ്മുടെ നാടിനെ ഹൈജാക്ക് ചെയ്ത് ഭരണം കൈയാളാൻ അവൻ ശ്രമിക്കുന്നു. ഒരു ദേശീയത, രാഷ്ട്രത്തോടുള്ള സ്നേഹം, അതിനെ ചൂഷണം ചെയ്ത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, അതുപോലെ തന്നെ പ്രപിതാക്കളോടുള്ള ആ സ്നേഹം. ഞാനാണ് റബ്ബെന്ന് പ്രഖ്യാപിച്ച ഫിർഔനിനെ സത്യം ബോധ്യപ്പെടുത്തിയിട്ടും ഉൾക്കൊള്ളാൻ വൈമനസ്യം കാണിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഷേധത്തിന് പകരമായി
ഫഅഖദ്നാഹു അഖ്ദൻ വബീല. അവരെ നാം ഒരു കടുത്ത പിടുത്തം പിടികൂടുകയുണ്ടായി. എല്ലാവർക്കും, വരുന്നവർക്കും വരാനിരിക്കുന്നവർക്കുമൊക്കെ, ഇപ്പോഴുള്ളവർക്കും വരാനിരിക്കുന്നവർക്കുമൊക്കെ ഒരു അസറായി, ഒരു അടയാളമായി അവനെ നാം അവശേഷിപ്പിക്കും. ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിനക്ക് പിന്നിൽ വരുന്നവർക്ക് ഒരു ആയത്തായിട്ട്, ദൃഷ്ടാന്തമായിട്ട്, എവിഡൻസ് ആയിട്ട് നിന്നെ ഞാൻ അവശേഷിപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. എന്തേ ഫിർഔനിനെ മുക്കിക്കളയാൻ കാരണം? ഫിർഔനിന്റെയും ഫിർഔനിന്റെ കൂട്ടരെയും മുക്കിക്കളയാൻ കാരണം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അതത് കാലത്തെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച വിശ്വാസം, കർമ്മം, ആചാരം, സംസ്കാരം, അതിൽ നിന്ന് അവർ വ്യതിചലിച്ചതിന്റെ ഫലമാണ്. വമല്ലദീ ഖസഫ ബിഖാറൂൻ വദാരിഹി വമാലിഹി വഅഹ്ലിഹി. എന്റെ ഖാറൂനിനെ, അവന്റെ വീടും അവന്റെ സമ്പത്തും അവന്റെ ആളുകളെയും ഉൾപ്പെടെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാൻ കാരണം? അറിയാലോ ചരിത്രം. ആളുകൾ ആഗ്രഹിച്ചു പോയി ഖാറൂനെ പോലെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. വിശ്വാസികൾ പറഞ്ഞു, അത്തരം ആഗ്രഹങ്ങൾ, നിങ്ങൾ അതിലൊന്നും വഞ്ചിതരാകരുത് എന്ന് വിശ്വാസം ഇറങ്ങിയ, മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ആളുകൾ പറയുകയുണ്ടായി. എന്തേ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നു. എന്നിട്ട് വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. നിനക്ക് പടച്ച റബ്ബ് നൽകിയതിന് നീ ശുക്ർ കാണിക്കണം. നിഅമത്ത് നൽകിയവൻ ആരാണോ ആ സൃഷ്ടാവിനുള്ള കടപ്പാടുകൾ നീ പാലിക്കണം. നിന്റെ സ്വത്തിൽ നിന്നുള്ള അവകാശം നീ കൊടുക്കണം. നിനക്ക് ദുനിയാവിലുള്ള ഓഹരി നീ എടുത്തോ, പക്ഷെ നീ ആഖിറത്തിൽ വിശ്വസിച്ചുകൊണ്ട് പടച്ച റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോ അഹങ്കാരത്തിന്റെ കൊടുമുടി കയറുന്ന ഖാറൂൻ പറഞ്ഞത് ഇതെല്ലാം തൻ്റെ ശക്തി, തൻ്റെ ശേഷി ഇതുകൊണ്ടുണ്ടായതാണ്. ഗസയിലെ ഒരു കുട്ടിയുടെ ഗസ വിഷയത്തിൽ കുട്ടിയുടെ ഒരു വീഡിയോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ കുട്ടി പറയുന്നുണ്ട്, ഈ നെതന്യാഹുവിനെയും അങ്ങനെയുള്ള ആളുകളെയൊക്കെ കുറിച്ച് പറയാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം പുണ്യാളന്മാരാണല്ലോ, നഊദു ബില്ലാഹ്. അത്തരം ആളുകളെ കുറിച്ച് ആ കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ചരിത്രത്തിലൊരു രാജാവ് ഉണ്ടായിരുന്നു, ഫിർഔൻ എന്നായിരുന്നു അവന്റെ പേര്. അവൻ വാദിച്ചത് ഞാനാണ് റബ്ബ്, ഈ നദി എൻ്റെ കൺട്രോളിലാണ് ഒഴുകുന്നതെന്ന്. പടച്ചോൻ അവനെ ആ നദി തന്നെ മുക്കി. അതിൽ നിന്നൊന്ന് നീന്തി രക്ഷപ്പെടാൻ പോലും അയാൾക്ക് പറ്റിയില്ല. അത് ചോദിക്കി, എത്ര വലിയ പരിഹാസ്യമാണ്. ഹദിഹിൽ അൻഹാർ തജ്രി മിൻ തഹ്തി, എൻ്റെ അണ്ടർ കൺട്രോളിലാണ്, എൻ്റെ കൺട്രോളിലാണ് ഈ നദി ഒഴുകുന്നത്, ഈ കടല് എൻ്റെ കൺട്രോളിലാണ് പോണെന്ന് പറഞ്ഞ് ഫിർഔനെ അല്ലാഹ് ഇതിനെ മുക്കി. ഇതേപോലെ ഖാറൂൻ അഹങ്കാരത്തിന്റെ, അഹന്തയുടെ, നിഷേധത്തിന്റെ ആ ഒരു ഉത്തുംഗ ഭാവത്തിൽ നിന്നപ്പോൾ അവനെയും അവന്റെ കൊട്ടാരത്തെയും അതിലുള്ള സമ്പത്തിനെയും അവന്റെ പരിവാരങ്ങളെയും എല്ലാം നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയുണ്ടായി. അവനൊരു സംഘവും ഉണ്ടായില്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയ്ക്ക് എതിരെ അവനെ സംരക്ഷിക്കാൻ, അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവന് താങ്ങൊരുക്കാൻ ഒരാളും ഉണ്ടായില്ല. അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ്, ആരും സഹായിക്കേണ്ടവരാ. വൈ? അതാണ് ചോദ്യം. ഖാറൂൻ എന്തുകൊണ്ട് ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ടു? ഫിർഔൻ എന്തുകൊണ്ട് മുക്കി നശിപ്പിക്കപ്പെട്ടു? എന്തുകൊണ്ട് ശുഐബ് നബിയുടെ ജനത തീന്റെ മേഘാവൃതമായ തണലുകൊണ്ട് കരിക്കപ്പെട്ടു? എന്തുകൊണ്ട് ലൂത്ത് നബിയുടെ ജനത കീമേൽ മറിക്കപ്പെട്ടു? എന്തുകൊണ്ട് സമൂദ് സമുദായം അവര് തകർക്കപ്പെട്ടു? എന്തുകൊണ്ട് ആദ് ജനത പിഴുതെറിഞ്ഞ ഈത്തപ്പന തടി പോലെ ഭൂമിയിൽ അവർ മറിഞ്ഞു വീഴുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? പർവ്വത സമാനമായ വെള്ളപ്പൊക്കത്തിൽ, തിരമാലയിൽ, കൊടുങ്കാറ്റിൽ എന്തുകൊണ്ട് നൂഹ് നബിയുടെ ജനതയെ മുക്കി നശിപ്പിച്ചു? എല്ലാറ്റിൻ്റെയും പിന്നിൽ വില്ലൻ ദുനൂബാണ്, പാപങ്ങളാണ്. വമല്ലദീ അഹ്ലക ഖൗമ സാഹിബി യാസീൻ, യാസീനിൽ പറയുന്ന ആ നാട്ടുകാർ,
وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون. ജനങ്ങളെ, നിങ്ങൾ പ്രവാചകന്മാരെ ആട്ടി ഓടിച്ചത് ശരിയായില്ല. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയതി ഇദ് ജാഅഹൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹിം ഇസ്നൈനി ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസ് ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. അല്ലാഹു ഒരു നാട്ടിലേക്ക് 2 നബിമാരെ പറഞ്ഞയച്ചു. നാട്ടുകാർ കളവാക്കി. ഫഅസ്സസ്നാ ബിസാലിസ്, 2 നബിമാരെ കളവാക്കിയ ജനതയിലേക്ക് ആ നബിമാർക്ക് ബലം കൊടുക്കാൻ 3ാമതൊരു നബിയെ നിയോഗിച്ചു. ആ നബിമാരെയും അവർ കളവാക്കി. അവർ പറഞ്ഞത് എന്താണ്? ഖാലൂ ത്വാഇറുക്കും, എന്താണ്? ഇന്നാ തതയ്യർനാ ബികും ലഇൻ ലൻ തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും അദാബുൻ അലീം. നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞുകൊള്ളും. റജ്മ് എന്ന് പറഞ്ഞാൽ ചാഗോൾ എറിയണീന റജ്മ് എന്ന് പറയാം. നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ ഞങ്ങൾ നേരിടേണ്ടി വരും, അതുകൊണ്ട് വിട്ടോളിയെന്ന്. ഒരു 3 നബിമാരെ ആട്ടി ഓടിച്ചൊരു ജനതയിലേക്ക് ധൈര്യസമേതം ചെന്നിട്ട് നിങ്ങൾ ഈ പ്രവാചകന്മാരെ സ്വീകരിക്കണം, വിശ്വസിക്കണം എന്ന് പറയാൻ ഹബീബുൻ നജ്ജാർ, ചരിത്രമായിട്ട് പേര് അങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. ഹബീബുൻ നജ്ജാർ ആ ഗ്രാമവാസികളുടെ അടുക്കലേക്ക് ഓടി വന്നു. മിൻ അഖ്സൽ മദീന, പട്ടണത്തിന്റെ ദൂരെ നിന്ന്. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലു യസ്ആ, നാട്ടുകാർ നബിമാരെ ആട്ടി ഓടിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാനതിലൊന്നും ഇടപെടണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി, സേഫ് അല്ല. കാരണം 3 നബിമാരെ കൊല്ലാൻ ഒരുമ്പിട്ട ഒരു ജനതയിൽ സാധാരണക്കാരനായി ഒരാൾ ചെന്നാൽ വെട്ടാൻ തടസ്സമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ പോണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചില്ല. അദ്ദേഹം കുതിച്ചു പാഞ്ഞു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ ഈ പ്രവാചകന്മാരെ വിശ്വസിക്കണം. ആ പ്രവാചകന്മാർ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരാണ്. അവർ നമ്മളോട് പ്രതിഫലവും ചോദിക്കുന്നില്ല, നമ്മൾ ഹിദായത്ത് പ്രാപിക്കണമെന്ന് മാത്രമാണ് അവർ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നതിൽ എന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ തടസ്സമായിട്ടുള്ളത്? അവനെയല്ലേ ആരാധിക്കേണ്ടത്? അവൻ വല്ല ബുദ്ധിമുട്ടുകളും എനിക്ക് ഇറക്കിത്തന്നാൽ ആരാണ് എന്നെ സംരക്ഷിക്കാനുണ്ടാവുക? ആരുണ്ടാവില്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ആ നബിമാരെ ആട്ടിയോടിച്ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ആ നാട്ടുകാർ, ചരിത്രം ആ നാടിനെ പേര് വിളിച്ചത് അന്താക്കിയ എന്നാണ്. അന്താക്കിയ ദേശക്കാർ, ഇറ്റ്സ് നോട്ട് കൺഫേംഡ്. അങ്ങനെ ചരിത്രത്തിൽ പല ഇതുണ്ടാവും. ഓൾമോസ്റ്റ് മുഫസ്സിറുകളൊക്കെ അന്താക്കിയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അന്താക്കിയ ദേശത്തെ ഒരു ഉയർന്ന ചുമരിൽ കഴുത്തിൽ ഓട്ട തുളച്ച് അദ്ദേഹത്തെ അവർ കെട്ടിത്തൂക്കി. രക്തം വാർന്നൊഴുകി അദ്ദേഹം മരണപ്പെട്ടു. ശരീരത്തിലെ ബ്ലഡും വാട്ടർ കണ്ടന്റും എല്ലാം പോയി. ആ ശരീരം ഉണങ്ങി. ഇഞ്ഞാരും ഇങ്ങനത്തെ ഒരു നീക്കത്തിന് തുനിയരുത്. ഇതൊന്നും ഇന്നത്തെ ഒന്നല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിയമങ്ങൾ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ വിശ്വാസികളെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നവന് ഇസ്ലാമിന്റെ ഗതകാല ചരിത്രത്തിന്റെ ബാലപാഠം പോലും അറിയില്ല. മനസ്സിലായില്ലേ? കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് ആ ശരീരത്തിലെ ജീവൻ പൊലിഞ്ഞ് ഉണങ്ങിപ്പോയ ശരീരം. അദ്ദേഹം സ്വർഗത്തിലെത്തി. സ്വർഗത്തിലെത്തിയപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കെന്താണ്? قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. അല്ലാഹു എനിക്ക് തന്ന ആദരവും എന്നെ ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചേർത്തതും എനിക്ക് സ്വർഗം നൽകിയതും എന്നെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി എൻ്റെ നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ. ആശ്വക്കിന് ഒരു പ്രബോധകന്റെ ആ നാട്ടുകാരോടുള്ള സ്നേഹം അല്ലേ? ആൾക്കാർ നിങ്ങൾക്ക് എന്ത് ശത്രുതാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് തമ്മിൽ തല്ലണ്, എങ്ങൾക്കൊന്ന് അടങ്ങുന്നൂടെ? ഈ പ്രശ്ന സാഹചര്യമായ അല്ലേ, ഈ വർഗീയതയും വിധ്വംസകതയും ഫാഷിസവും നിറഞ്ഞാടുന്ന കാലത്തും നിങ്ങൾ ഈ നബിദിനം, ഇസ്തിഗാസ, തവസ്സുലി, അത് ഇത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് കടിച്ചു കീറുക എന്ന് ചോദിക്കും. ഇത് ഫൈറ്റ് അല്ല. വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ. ഏറ്റവും നന്നായി
നിങ്ങൾ അവരുമായിട്ട് ജിദാലിൽ ഏർപ്പെടണമെന്ന അള്ളാഹുവിന്റെ കലാം. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന. ബാധ്യതാ നിർവഹണമാണ്. ആരോടും ദേഷ്യം? നമുക്ക് ആരോടും ദേഷ്യമില്ല. ഈവൻ ഇവിടുന്ന് മുസ്ലിങ്ങളെ തുടച്ചു നീക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് പോലും നമുക്ക് ദേഷ്യമില്ല. നമുക്കെല്ലാവരോടും നസീഹത്താണ്. നസീഹത്ത് മാത്രം. ബല്ലിഗു അന്നി വലോ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കൂ. അല്ലെ, നിങ്ങൾക്കിടയിൽ തിന്മകൾ കാണുമ്പോൾ അതിനെ ചെറുക്കാൻ, നിങ്ങൾ കൈകൊണ്ട് തടയാൻ, നാവുകൊണ്ട് പറയാൻ, മനസ്സിലൊരു വിഷമെങ്കിലും വെക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. അതിന്റെ പാർട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദഅവത്ത്. അല്ലെ, ഹബീബുൻ നജ്ജാർ സ്വർഗത്തിലെത്തിയിട്ട് പോലും അദ്ദേഹം ആഗ്രഹിക്കുന്നത് എൻ്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. ആ ജനതക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ശിക്ഷ എന്താണ്? സൂറത്ത് യാസീനിന്റെ 28-29 ആയത്തിൽ അല്ലാഹ് പറയുന്നത്, വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ വമാ കുന്നാ മുൻസിലീൻ ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ. ആകാശത്ത് നിന്ന് ഒരു പട്ടാളത്തെ ഇറക്കേണ്ട ആവശ്യമൊന്നും നമുക്കുണ്ടായില്ല. പിന്നെയോ ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ, അതൊരു ചെറിയ ഘോര ശബ്ദം, ഒറ്റ സൈഹത്ത് മാത്രം. ഫഇദാ ഹും ഖാമിദൂൻ, അതോടുകൂടി അവരെല്ലാവരും ചത്തൊടുങ്ങിയവരായി. മനസ്സിലായില്ലേ? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആർമിയെ തയ്യാറാക്കി, ആർമിക്ക് ട്രെയിനിങ് കൊടുത്ത്, അല്ലേ, വ്യത്യസ്തമായിട്ടുള്ള ബറ്റാലിയൻസ്, കരയെ വ്യോമസേന, അല്ലെ, കരസേന, നാവികസേന, ഇതിനൊന്നും ആവശ്യം അള്ളാഹ്ക്കില്ല. അല്ലെ, സമൂദ് ഗോത്രത്തെ നശിപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യഖാഫു ഉഖ്ബാഹ, നിങ്ങളൊന്നും നശിപ്പിച്ചുകൊണ്ട് ഒരു ചുക്കും ഇവിടെ പേടിക്കാനില്ല. മനസ്സിലായില്ലേ? ചരിത്രം ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണ്? ഒരു സ്വൈഹത്ത് കൊണ്ട് സാഹിബ് യാസീനിന്റെ ജനത, ഹബീബുൻ നജ്ജാറിന്റെ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടച്ചു നീക്കിയത് എന്തുകൊണ്ടാണ്? അവരുടെ ദൈവനിഷേധം. അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല.